ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പുളിശ്ശേരിയാണ്. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്തിലേക്ക് വയ്ക്കുക, ലോ ഫ്ലെയിം ആയിരിക്കണം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, അതായത് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ കൂട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലോണം ഒന്ന് മൂക്കണം, കരിഞ്ഞു പോകല്. ഇതിലേക്ക് 2 പീസ് ചില്ലി ഇട്ട് കൊടുക്കുക. അപ്പം കരിയാതെ നോക്കണം, ചില്ലിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 ടേബിൾ സ്പൂൺ തേങ്ങ, അതുപോലെ ജീരകവും മഞ്ഞളും ഓരോന്നുള്ളെടുക്കുക. പിന്നെ വേണ്ടത് ഒരു ഗാർലിക്കാണ്. പിന്നെ ഒരു പച്ചമുളക് എടുക്കുക. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് സെമി ബോയിൽ ആവാനേ പാടുള്ളൂ, തിളച്ച് പോകരുത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ വരണം. ഞാൻ ഈ റെസിപ്പിയിൽ കറിവേപ്പില ചേർത്തിട്ടില്ല. അതിൽ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങാറില്ല. അതുപോലെ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല. അത് വേണമെങ്കിൽ ചേർക്കാം. രണ്ടും വേണമെങ്കിൽ ആവശ്യക്കാർക്ക് ചേർക്കാം. ഈ കൂട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.